സിനിമയെന്ന തറവാട്ടിലെ കാരണവന്മാരെല്ലാം മരങ്ങൊഴിഞ്ഞ 2023 നഷ്ടങ്ങളുടെ പട്ടിക എടുത്തു നോക്കുമ്പോൾ ഓർക്കുമ്പോൾ പോലും പൊട്ടിച്ചിരികളാൽ ഓടിയെത്തുന്ന നിരവധി കഥാപാത്രങ്ങൾക്ക് ജീവൻ പകർന്നാണ് മാമുക്കോയ എന്ന മഹാനടൻ അരങ്ങിൽ നിന്ന് വിട പറഞ്ഞത്. ലൂസ് ഷർട്ടും മടക്കിയുടുത്ത ലുങ്കിയുമുടുത്ത് നർമ്മഭാഷയിൽ ഹൃദ്യമായി പുഞ്ചിരിച്ചു നിൽക്കുന്ന മുഖമാണ് ഇന്നും മലയാളികളുടെ മനസ്സിൽ. ആരും വിശ്വസിച്ചു പോകുന്ന സ്വതസിദ്ധമായ ശൈലിയുള്ള ഹാസ്യ പരമ്പരകളായിരുന്നു മാമുക്കോയ മലയാള സിനിമയ്ക്ക് സമ്മാനിച്ചത്. കോഴിക്കോടൻ സംസാര ശൈലിയുടെ സമർത്ഥമായ പ്രയോഗത്തിലൂടെയാണ് മുഹമ്മദ് എന്ന മാമുക്കോയ ശ്രദ്ധിക്കപ്പെട്ടത്. മാമുക്കോയ്ക്ക് മുൻപും കുതിരവട്ടം പപ്പു തന്റെ കോഴിക്കോടൻ ശൈലി മലയാള സിനിമയിൽ പയറ്റി വിജയിപ്പിച്ചിരുന്നെങ്കിലും അതിൽ നിന്നും വ്യത്യസ്തമായി മുസ്ലിം സംഭാഷണ ശൈലിയാണ് മാമുക്കോയ സ്വന്തം സ്റ്റൈലാക്കി മാറ്റിയത്. മാമുക്കോയ്ക്ക് ശേഷം കോഴിക്കോടൻ ശൈലിയുമായി പുതുതലമുറയിലെ താരങ്ങൾ പലതും എത്തിയെങ്കിലും മാമുക്കോയ ഉണ്ടാക്കിയ മോളം മറ്റാരും സൃഷ്ടിച്ചില്ലെന്ന് പറയാം. 1946 ചാലിക്കണ്ടിയിൽ മുഹമ്മദിന്റെയും ഇമ്പിച്ചി ഐഷയുടെയും മകനായി കോഴിക്കോട് ജില്ലയിലെ പള്ളിക്കണ്ടിയിലാണ് മാമുക്കോയ ജനിക്കുന്നത്. ചെറുപ്പത്തിലെ മാതാപിതാക്കൾ മരിച്ചതിനാൽ ജ്യേഷ്ഠന്റെ സംരക്ഷണത്തിലാണ് വളർന്നത്. കോഴിക്കോട് MM ഹൈസ്കൂളിലാണ് 10ാം ക്ലാസ് വരെയുള്ള പഠനം പൂർത്തിയാക്കിയത്. പഠനകാലത്ത് തന്നെ സ്കൂളിൽ നാടകങ്ങൾക്ക് നേതൃത്വം നൽകുകയും അഭിനയിക്കുകയും ചെയ്യുമായിരുന്നു. സ്കൂൾ വിദ്യാഭ്യാസത്തിന് ശേഷം കോഴിക്കോട് ജില്ലയിലെ കല്ലായിയിൽ മരമളക്കലായിരുന്നു തൊഴിൽ. മരത്തിന് നമ്പറിടുക, ക്വാളിറ്റി നോക്കുക, അളക്കുക എന്നിവയിലെല്ലാത്തിലും വിദഗ്ധനായി. അതോടൊപ്പം നാടകവും ഒരുമിച്ച് കൊണ്ടുപോകാൻ അദ്ദേഹം ശ്രദ്ധിച്ചു. മലബാർ ഭാഗത്തെ നിരവധി നാടക സിനിമാ പ്രവർത്തകരുമായി സൗഹൃദമുണ്ടായിരുന്നു. KT മുഹമ്മദ്, വാസു പ്രദീപ്, B മുഹമ്മദ്, AK പുതിയങ്ങാടി, KT കുഞ്ഞ്, ചെമ്മങ്ങാട് റഹ്മാൻ തുടങ്ങിയവരുടെ നാടകങ്ങളിൽ ശ്രദ്ധേയമായ വേഷങ്ങൾ അദ്ദേഹം ചെയ്തു. 1979 നിലമ്പൂർ ബാലൻ സംവിധാനം ചെയ്ത അന്യരുടെ ഭൂമി എന്ന ചിത്രത്തിലൂടെയാണ് മാമുക്കോയുടെ സിനിമയിലേക്കുള്ള വരവ്. ആ ചിത്രത്തിൽ ഒരു നിഷേധിയെയാണ് അദ്ദേഹം അവതരിപ്പിച്ചത്. ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ ഒരുങ്ങിയ ആ ചിത്രം വേണ്ടത്ര ശ്രദ്ധിക്കപ്പെട്ടില്ല. 5 വർഷത്തിന് ശേഷം വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ശുപാർശയിൽ സുറുമയിട്ട കണ്ണുകൾ എന്ന സിനിമയിൽ അഭിനയിച്ചു. ലൂസ് ഷർട്ടും മടക്കിയുടുത്ത ലുങ്കിയുമുടുത്ത് നർമ്മഭാഷയിൽ ഹൃദ്യമായി പുഞ്ചിരിച്ചു നിൽക്കുന്ന മുഖമാണ് മലയാളിയുടെ മനസ്സിൽ മാമുക്കോയയ്ക്ക്. ആരും വിശ്വസിച്ചു പോകുന്ന സ്വതസിദ്ധമായ ശൈലിയുള്ള ഹാസ്യ പരമ്പരകൾ തന്നെയായിരുന്നു മാമുക്കോയ മലയാള സിനിമയ്ക്ക് സമ്മാനിച്ചു പോയത്. ഉന്തിയ പല്ലുകൾ, ഒട്ടും അഭംഗിപാകാത്ത നിഷ്കളങ്കമായ ആ പുഞ്ചിരിയിലൂടെ അദ്ദേഹം ജനഹൃദയങ്ങൾ കീഴടക്കിയിരുന്നു. കുറ്റം പറയാൻ കാരണങ്ങൾ ചികഞ്ഞാൽ തോറ്റുപോകും വിധം പെർഫെക്റ്റായി ഹാസ്യം വിളമ്പിയ കോഴിക്കോടിന്റെ സുൽത്താൻ മലയാള സിനിമയിൽ അലിഞ്ഞു ചേരുകയായിരുന്നു. പകരം വെക്കാനാവാത്ത നർമ്മരുചിയിലൂടെ ഓരോ മലയാളിയെയും പൊട്ടിച്ചിരിപ്പിച്ച് മാമുക്കോയയുടെ മറ്റൊരു മുഖമായിരുന്നു കുരുതിയിൽ കണ്ടത്. പക്വത നിറഞ്ഞ ഭാവത്താൽ ഒരു ഡോണിനെ പോലെയുള്ള ഘനമേറിയ സംഭാഷണ ശൈലിയിൽ അയാൾ നമ്മളെ അതിശയിപ്പിച്ചു. ഹാസ്യത്തിന്റെ ഇങ്ങേയറ്റത്ത് നിന്ന് ശൗര്യത്തിന്റെ അങ്ങേയറ്റത്തേക്ക് അയാൾ അനായാസേനെ സഞ്ചരിച്ചിരിക്കുന്നു. അതിശയിക്കേണ്ട ആവശ്യമില്ല. അയാൾ ഒരു തികഞ്ഞ നടൻ തന്നെയായിരുന്നു.